അതെ, ഇന്ന് പെസഹ വ്യാഴമല്ലേ, അപ്പമൊക്കെ ഉണ്ടാക്കി എല്ലാവരും. ഞാൻ ബുധനാഴ്ച അരിയൊക്കെ അരച്ച് വെച്ചു കേട്ടോ. വ്യാഴാഴ്ച ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അതിലോട്ടൊരു സ്വല്പം ഉപ്പും പഞ്ചസാര ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നെയ്യൊക്കെ തടവി കൊടുത്ത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് മാവൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പച്ചമ്പിൽ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ പൊതുവേ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സൈഡിലോട്ട് വട്ടയപ്പമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ അവിടെയൊക്കെ ആണെങ്കിൽ അവരുണ്ടാക്കുന്ന ഉഴുന്നുകൊണ്ടുള്ള എന്തോ ഒരു കട്ടിയുള്ള അപ്പമാണ്, മയമില്ലാത്തൊരപ്പം. എന്നിട്ട് പിന്നെ അത് പാലും പഴവും കൂടെ മുക്കിയിട്ട് ഒരു ഇതുണ്ടാക്കും, ശർക്കരയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ചിലർ ബ്രെഡ് കട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയാണല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പം ഞാൻ കുറേ വട്ടയപ്പം ഉണ്ടാക്കി കേട്ടോ. ഇത് ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ കൊടുക്കണം. കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവരും കൊണ്ടുവരുന്ന വട്ടയപ്പമൊക്കെ കട്ട് ചെയ്ത് വന്നവർക്ക് മുഴുവൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ഭയങ്കര ആളാണ്, അപ്പോൾ എല്ലാവർക്കും തികയണം. അപ്പം നമ്മൾ ഒരു 2 വട്ടയപ്പം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, അപ്പമൊക്കെ കഴിച്ചു, വീട്ടിൽ വന്നു. ബാക്കിയുണ്ടായിരുന്ന അപ്പമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പിന്നെയും കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെസഹ വ്യാഴം നേരുന്നു.